ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി, നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹായ് സ്റ്റുഡൻസ്, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ റൗണ്ട് നെക്ക് കട്ട് ചെയ്യാമെന്നും സ്റ്റിച്ച് ചെയ്യാമെന്നും നോക്കി. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സ്ക്വയർ ആണ്. സ്ക്വയർ നെക്ക് എങ്ങനെ കട്ട് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം. റൗണ്ട് നെക്ക് എല്ലാവർക്കും എളുപ്പമല്ലായിരുന്നു, ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പോൾ ഒരുവിധം സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും എളുപ്പം തന്നെ ആയിരിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആ റൗണ്ട് നെക്കിന് നമ്മൾ ചെയ്തതുപോലെ തന്നെ ഫാബ്രിക്കിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് രണ്ട് പാർട്ട്, അതായത് നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നെക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു 4 ആയിട്ട് ഫോൾഡ് ചെയ്യണം എന്നുള്ളത്. ചെസ്റ്റിന്റെ അളവൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ 4 ആയിട്ട് ഫോൾഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഫ്രണ്ട് മാത്രം മതി, അതുകൊണ്ട് നമ്മൾ 2 ആയിട്ട് ഫോൾഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഫാബ്രിക്കിന്റെ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, കറക്റ്റ് അല്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, 1/2 ഇഞ്ച് ലീവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മെഷർമെന്റ്സ് എടുക്കാൻ. അതുപോലെ തന്നെ ഫാബ്രിക് തെന്നി പോകാതിരിക്കാനും കറക്റ്റ് ആയിട്ട് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി 1/2 ഇഞ്ച് ലീവ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മെഷർമെന്റ്സ് എടുത്ത് കൊടുക്കാം. നമുക്കത് ലൈൻ വരച്ചു കൊടുക്കാം, അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ വിഡ്ത്ത് എടുക്കുന്നത് 8 ഇഞ്ചാണ്. കഴിഞ്ഞതിൽ നമ്മൾ 8 ഇഞ്ചാണ് എടുത്തത്. ഓക്കെ, 8 ഇഞ്ച് വിഡ്ത്ത് എടുക്കുക. ലെങ്ത് എടുക്കുന്നത് 13 ഇഞ്ചാണ്. ഈ പോർഷനിൽ നിന്നും 13 ഇഞ്ച് എടുക്കാം. ഇവിടെ നമ്മൾ എടുത്തിരുന്ന 8 ആണ്, അപ്പൊ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ഇതുണ്ട്, ചെറിയ മാറ്റം വന്നിട്ടുണ്ട്, ആ രീതിയിൽ മാറാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ആക്കിയിട്ട് 8 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഈ 4 പോയിന്റ്സ് നമുക്ക് സ്കെയിൽ യൂസ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ചോക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ, മറ്റേ ചോക്ക് പോലെ അതിന്റെ ഒരു പൊടിയൊന്നും സ്പ്രെഡ് ആവുന്നില്ല, കറക്റ്റ് ആയിട്ട് ലൈൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫാബ്രിക് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നെക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്ക് നെക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ സ്ക്വയർ നെക്കാണ് നോക്കുന്നത്. നെക്കിന് വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഓക്കെ അല്ലേ? 3 ഇഞ്ചാണ് നമ്മൾ വിഡ്ത്ത് എടുക്കുന്നത്. ലെങ്ത് എടുക്കുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. ഈ സൈഡിലും 3 തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. കറക്റ്റ് 3 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ പോയിന്റ്സ് നമുക്ക് ജോയിൻ ചെയ്യാം.
സ്ക്വയർ നെക്കിന് നമുക്ക് ഫ്രഞ്ച് കേവ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്ക്വയർ കിട്ടും. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ചെരിവൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം കേട്ടോ കട്ട് ചെയ്യുന്നതിന് മുന്നേ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കറക്റ്റ് ഒരു സ്ക്വയർ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? താങ്ക് യു.